38 വയസ്സായി മൂപ്പർക്ക്, അല്ലെങ്കിൽ 39 വയസ്സായി. ഈ 39 വയസ്സിലാണ് ഒരു പ്ലെയർ വന്നിട്ട് ഒരു വേൾഡ് കപ്പിൽ ഹാട്രിക് അടിക്കുന്നത്. എന്താ അതിനൊക്കെ പറയുക? ഒന്നും പറയാനില്ല. നമ്മൾ പറയില്ലേ, ഒരു പ്ലെയറിൻ്റെ ലാസ്റ്റ് ഡാൻസാണ്, ലാസ്റ്റ് കളിയാണ്, റിട്ടയർമെൻ്റ് ആവാനായി. അപ്പം അതിന് മുന്നേ ആകുമ്പോൾ ഒരു പ്ലെയറിൻ്റെ പ്രതീക്ഷ എന്താണ്? ഏറിപ്പോയാലും ഒരു 15 മിനിറ്റ് കളിക്കുന്നു. അപ്പോൾ ആ ഒരു അത്രയും ഫുട്ബോളിന് വേണ്ടി അത്രയും കാലം നന്നായി കളിച്ച ഒരു പ്ലെയറിൻ്റെ, ഒരു ലെജൻഡിനെ നമ്മൾ എങ്ങനെയാണ് വിടവാങ്ങൽ കൊടുക്കുന്നത്? അതുപോലെ അയാൾ ഒരു കളിയുടെ അവസാനം കുറച്ച് മിനിറ്റിൽ അയാൾ ഇറങ്ങുന്നു, സബ്ബായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ കാണികളെല്ലാവരും ഗാലറിയിൽ നിന്ന് കൈ കൊട്ടി അയാളെ വരവേറ്റുന്നു, ആദരവ് കാണിക്കുന്നു, ആ സ്നേഹം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആൾ ആ 15-20 മിനിറ്റ് കളിക്കുന്നു. എന്നിട്ട് അതിൽ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു ഗോളടിച്ചാൽ അത് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു വിടവാങ്ങൽ മത്സരം, അല്ലെങ്കിൽ ഒരു വിടവാങ്ങൽ ടൂർണമെൻ്റ് എന്ന് പറയാം, അല്ലേ? ഇത് അങ്ങനെയല്ലടോ. 37-38 വയസ്സായി ഇയാൾ വരുന്നു, 10, 88, 90 മിനിറ്റ് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഗോളല്ല, 2 ഗോളല്ല, 3 ഗോളൊക്കെ അടിക്കുന്നു. ഹാട്രിക്ക്. ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാന്യത വേണ്ടടോ. ഹാട്രിക്കാണ് അടിക്കുന്നത്, ഹാട്രിക്ക്. എന്താ അതിനൊക്കെ പറയാം? മെസ്സി നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വാധീനം, ആ ഒരു ഫുട്ബോളിനോടുള്ള ഒരു സ്നേഹം, അത് എതിരാളികൾക്കായാലും ഫാൻസിനായാലും ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് അതിൻ്റെ ചൂടിലെത്തിയിട്ടുണ്ട്, അല്ലേ? സ്പെയിന് കാപ്പെ വെർഡിയുമായിട്ട് സമനില പാലിച്ച മുതൽ ആ വേൾഡ് കപ്പിൻ്റെ യഥാർത്ഥ ചൂട്, ആ ഒരു കിക്ക് നമുക്ക് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ഇന്നലെ എംബപ്പെ 2 ഗോൾ അടിച്ചു, ഹാലൻഡ് 2 ഗോൾ അടിച്ചു. അതൊക്കെ പറയുമ്പോൾ മെസ്സി 2 ഗോളോ ഇതൊന്നൊന്നുമല്ല, ഞാൻ കാണിച്ചരാ ഗോള്. വയസ്സൊന്നുമല്ല പ്രധാനം, കളിയും കളിയിലെ സ്മാർട്ട്നെസ്സുമാണ് പ്രധാനം എന്ന് മെസ്സി കാണിച്ച ഒരു ഗെയിമും കൂടിയാണിത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. കളി, വേൾഡ് കപ്പ് അതിൻ്റെ ഫുൾ ആവേശത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ റൊണാൾഡോ എന്ത് ചെയ്യുമെന്നുള്ളത് മാത്രമാണ് നോക്കി കാണാനുള്ളത്. റൊണാൾഡോയും കൂടെ ഇന്ന് നാളത്തെ കളിയിൽ ഗോൾ അടിക്കുകയാണെങ്കിൽ പുട്ടിൽ തേങ്ങയിട്ട പോലെ ഒരു ഫുട്ബോൾ ഫാനിന് ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് കാത്തിരുന്ന് കാണാം. ബൈ.